ഉലൈമാരുടെ കാര്യം എന്താ പ്രശ്നം? സക്കരിയ സ്വലാഹി പറയുന്നു അല്ലാഹ്ക്ക് ഇടതില്ല, രണ്ടും വലതാണ്. സലാഹി അങ്ങനെ പറയുമ്പോ അൽമനാറിൽ എഴുതുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത്തെ കൈകൊണ്ട് ആകാശം പിടിക്കും, ഇടത് കൈകൊണ്ട് ഭൂമിയും ചുരുട്ടും എന്ന് അതാ ഹദീസുണ്ട് എന്ന നിലയ്ക്ക് അതാ അൽമനാർ എഴുതുന്നു എഴുതിയത് ഒരു ഹദീസിന്റെ അർത്ഥം എഴുതിയതാ അൽമനാറിൽ. അത് മൂപ്പര് പറഞ്ഞില്ല. അൽമനാറിൽ സ്വന്തം അഭിപ്രായം എഴുതുകയാണെന്ന നിലക്ക് എഴുതിയ ആ ഒരു സംഭവവും മൂപ്പരെടുത്തുകൊണ്ട് അങ്ങനെ സ്വന്തം അഭിപ്രായം പറയുകയാണെന്ന നിലക്ക് ആ നിലക്ക് ധ്വനിപ്പിക്കുന്ന സംസാരവും ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് മൂപ്പര് ഒരു കയ്യിൽ ഇങ്ങനെ സ്വലാഹി പ്രസംഗിച്ചതിനെ പറ്റി ചോദിക്കുന്നു, ഒരു കയ്യിൽ ഇങ്ങനെ അൽമനാറും പിടിച്ചിട്ട് ചോദിക്കാണ്, സ്വലാഹിയെ സ്വീകരിക്കണോ അൽമനാർ സ്വീകരിക്കണോ അതോ രണ്ടും തള്ളണോ എന്ന് ചോദിച്ച് അൽമനാർ രണ്ടും തള്ളണോ? കൂലിത്തൊഴിലാളികൾ തക്ബീർ വിളിച്ച് ആവേശം കൊണ്ട മുസ്ലിയാന്മാര് കുട്ടികളുടെ പാപം ഏറ്റെടുക്കണേ മുസ്ലിയാരേ നിങ്ങൾ. കാരണം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വായിച്ചിട്ടാ സ്വലാഹി പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ വകയായിട്ട് പറഞ്ഞതുമല്ല. സ്വലാഹി അവിടെ വിശദീകരിച്ചത് എന്താണ്? ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ തൗഹീദിൽ നിന്നുള്ള ഉദ്ധരണി, ആ ആശയമാണ് അവിടെ സ്വലാഹി പറഞ്ഞത്. തൗഹീദിൽ നമുക്ക് കാണാം, കിതാബിലുണ്ടോ? പേരോട് മറുപടി പറയണം. എന്താ കിതാബിലുള്ളത്? വനഖൂലു നാം പറയും എന്ത്? അന്നലില്ലാഹി അസ്സ വജല്ല യദൈനി യമീനൈനി ലാ ശിമാല ഫീഹിമാ ഖദ് അഅലമന അല്ലാഹു തബാറക വതആല അന്ന ലഹു യദൈനി വഖബ്ബറനാ നബിയുനാ അന്നഹുമാ യമീനാനി ലാ ശിമാല ഫീഹിമാ. ഇതെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ സക്കരിയ സ്വലാഹി വിശദീകരിച്ചത്. അത് മൂപ്പര് കൽപ്പിച്ചു. അൽമനാറിൽ ഒരു ഹദീസാ ഉദ്ധരിച്ചത്. അതേതാ ഹദീസ്? യത്വില്ലാഹു അസ്സ വജല്ല അസ്സമാവാതി യൗമൽ ഖിയാമ സുമ്മ യഖുദുഹുന്ന ബിയദിഹിൽ യുംനാ സുമ്മ യഖൂലു അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ സുമ്മ യത്വിൽ അർദീന ബിശിമാലിഹി സുമ്മ യഖൂലു അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് അൽമനാറിൽ വായിച്ചത്. അതാണ് അൽമനാറിൽ കൊടുത്തത്. ചോദിക്കട്ടെ, നിങ്ങൾ തൊഴിലാളികളെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ച് ഈ ആശയത്തെ തള്ളിക്കളഞ്ഞപ്പോ ഈ കുട്ടികളിന് തക്ബീർ ചൊല്ലിയ ഈ കുട്ടികൾ വളർന്നു വലുതായിട്ട് അവർ ഈ മുസ്ലിമിലെ ഹദീസ് വായിക്കുമ്പോ, അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ വായിക്കുമ്പോ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് മുസ്ലിം വലിച്ചെറിയില്ലേ? സഹീഹുൽ ബുഖാരി വലിച്ചെറിയൂലേ? ഇബ്നു ഖുസൈമയുടെ അത്തൗഹീദ് എന്ന കിതാബ് വലിച്ചൊരേറു കൊടുക്കൂലേ? ആ പാപം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇനിയും പറഞ്ഞോളൂ. അതല്ലെങ്കിൽ അടുത്ത വരവിന് പറയണം. അൽമനാറിൽ പറഞ്ഞതും ഹദീസിലുള്ളതാണ്, സ്വലാഹി വിശദീകരിച്ചതും ഹദീസിന്റെ വ്യാഖ്യാനമാണ്. അതൊന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ദീന് നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല എന്ന് നിങ്ങളെ പഠിപ്പിച്ചപ്പോ അതിപ്പോ നിങ്ങൾ ഇവിടെ ഏത്തമിട്ട് സമ്മതിച്ചത് കേട്ടിട്ട് നിമിഷങ്ങളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ,